ഇംഗ്ലീഷിലൊരു പദപ്രയോഗമുണ്ട്, ബീഹൈവ് ഓഫ് ആക്ടിവിറ്റി. എപ്പോഴും ഇങ്ങനെ നിർത്താതെ കർമ്മോത്സുകരായി നിൽക്കുന്നതിനാണ് ബീഹൈവ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ ബീഹൈവ് ഫൗണ്ടേഷൻ അങ്ങനെ തന്നെ ആവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കരുതലും അതേപോലെ കെയറും കൊടുക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രീ സ്കൂൾ മുതൽ ഒരു 12 വയസ്സ് വരെയാണ് എന്ന് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. എവിടെയും ഫൗണ്ടേഷൻ ശരിയാണെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കെട്ടിപ്പടുക്കുന്ന സ്ട്രക്ചറും ശരിയാവും. ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ ആ സ്ട്രക്ചർ കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു ചാടും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അത് അധ്യാപകരായാലും പാരൻസ് ആയാലും. വിശ്വവിഖ്യാത ചിന്തകനായ പ്ലേറ്റോയുടെ അക്കാഡമിയിൽ പ്രവേശിക്കുന്ന ആ കവാടത്തിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ലെറ്റ് നോ മാൻ ഇഗ്നറൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് എൻറ്റർ ഹിയർ. കണക്കറിയാത്ത ഒരാളും ഇങ്ങോട്ട് പ്രവേശിക്കണ്ട എന്നുള്ളത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് കണക്കും മറ്റൊന്ന് ഭാഷയുമാണ്. ബാക്കിയെല്ലാം പിന്നീട് വന്നോളും. ഈ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അവരുടെ ഭാഷാ സ്കിൽസും അതേപോലെ പ്രപഞ്ചത്തെ അറിയാൻ ആ പ്രിൻസിപ്പിൾസ് നിലകൊള്ളുന്ന കണക്കുമാണ് പഠിപ്പിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കേടുവന്നാൽ അവർ നന്നാക്കി തരണം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നാൽ അത് പഠിച്ചെടുക്കാൻ നമുക്ക് എത്ര സമയമെടുക്കും, പക്ഷെ അവരെത്ര പെട്ടെന്നാണ് അത് പഠിക്കുക. അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്, നമ്മൾ കുടിയേറിയവരാണ്. നമുക്ക് അവരെ കൂടെ എത്താൻ സാധിക്കുന്നില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. ഒരു മീൻ എങ്ങനെയാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്, അത്രയും എളുപ്പത്തിലാണ് അവർ ടെക്നോളജിയുമായിട്ട് സംവദിക്കുന്നത്. ഈ ഒരു തലമുറയോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ആ തലമുറക്ക് അതിൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ചില നെഗറ്റീവ്സ് കൂടിയുണ്ട്. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അവിടെ അധ്യാപകർ നമ്മളോട് പറയുമായിരുന്നു, 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഒരു ബ്രേക്ക് എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും പോയി തിരിച്ചു വരും. അപ്പോൾ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. ഇന്ന് എത്ര മിനിറ്റാണെന്നറിയോ? വേൾഡ് മീഡിയ നടത്തിയ ഒരു സമ്മിറ്റിൽ അവർ പറഞ്ഞത് 8 സെക്കൻഡാണ് എന്നുള്ളതാണ്. നമ്മൾ ഒരു റീല് 30 സെക്കൻഡുള്ളൊരു റീല് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആദ്യത്തെ 3 സെക്കൻഡാണ്. ഇത്രയും കുറഞ്ഞ അറ്റൻഷൻ സ്പാൻ ഉള്ള കുട്ടികളോടാണ് നമ്മൾ സംവദിക്കുന്നത്. ദീർഘ ലെക്ചേഴ്സ് ഒന്നും അവർക്ക് താല്പര്യമല്ല. അവരെ കൂടി എൻഗേജ് ചെയ്യുന്ന വല്ല ആക്ടിവിറ്റിയോ, നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അങ്ങനെ ആക്ടിവിറ്റിയിലൂടെയൊക്കെ അവരെ കൂടി ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്താൽ വിജയിക്കും. അല്ലെങ്കിൽ അവരോടുമായി സംവദിക്കുന്നതിലും സംസാരിക്കുന്നതിലൊക്കെ നമ്മൾ പരാജയപ്പെടും. നമുക്കറിയാം 3 പില്ലേഴ്സ് ആണുള്ളത് വിദ്യാഭ്യാസത്തിൽ. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 3 കോണുകളാണ്. 1 വിദ്യാർത്ഥി, 2 അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, 3 പാരൻസ്. ഈ 3 പേരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമാണ് നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക. പാരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് വേണം എന്നുള്ളത്. ഖലീൽ ജിബ്രാൻ്റെ ഒരു വചനമുണ്ട്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്, ദേ കം ത്രൂ യു നോട്ട് ഫ്രം യു. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, അവർ ജീവിതത്തിനുള്ള അഭിനിവേശം, അത് ആ രീതിയിൽ അവരിങ്ങനെ ഉണ്ടായി വരുന്നു എന്നതേ ഉള്ളൂ. അവർ നിങ്ങളിൽ നിന്നല്ല വരുന്നത്, നിങ്ങളിലൂടെ വരുന്നു. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. കുട്ടി എന്നുള്ളത് വേറെ ഒരു വ്യക്തിയാണ്. ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റും ഒക്കെ എന്താണ് എന്ന് പരിഗണിച്ച് വേണം ആ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കാനും ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നമുക്ക് സഹായിക്കാനും. രണ്ടാമത്തേത് അധ്യാപകരാണ്. ഏറ്റവും മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നത് അധ്യാപകരാണ്. ഞാനൊരു കോളേജ് അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത് കാണാം.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിചയിച്ച് പോയിട്ടുള്ള ഒരുപാട് മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി ഒന്ന് മാറ്റാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഓട്ട മത്സരത്തിൽ നമ്മൾ പുറന്തള്ളപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തത് കോണ്ടന്റ് ആണ്. കുറേ ബൈഹാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അത് മാത്രം കുട്ടിയെ പാരറ്റ് പോലെ ഇങ്ങനെ തിരിച്ചു പറയിപ്പിക്കലല്ല വിദ്യാഭ്യാസം. രണ്ടാമത്തത് മെത്തഡോളജിയാണ്. ക്ലാസ് റൂമിൻ്റെ സ്ട്രക്ചർ തന്നെ മാറേണ്ടതുണ്ട്. അത് ഒരു സർക്കുലർ പാറ്റേണിൽ ഇരുന്ന് എല്ലാ രീതിയിലും അതിൻ്റെ മെത്തഡോളജി മാറേണ്ടതുണ്ട്. മൂന്നാമത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എത്ര മാറിയാലും കുറേ പഠിപ്പിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇന്നും നമ്മൾ കാണുന്നത്. ബ്ലൂംസ് ടാക്സോണമി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലത് നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവസാനത്തെ ഹയറാർക്കിയിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ്. ക്രിയേറ്റിവിറ്റിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ നയമാണ് വേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തത് എന്ന് പറയുന്നത് കുട്ടികളാണ്. നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് കുട്ടികളാണ്. ടീച്ചർ സെൻട്രിക്കൽ എന്ന് മാറി നമ്മൾ സ്റ്റുഡൻറ് സെൻട്രിക്കിലേക്ക് വരണം. പക്ഷെ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്നു. എല്ലാം കൊടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക് എല്ലാം അവരുടെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ കൺഫ്യൂസ്ഡ് ആണ്. നേരത്തെ ഉദ്ഘാടകൻ വാല്യൂസിൻ്റെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ്. അവർക്ക് ചരിത്രബോധം വേണം. ഇന്ന് കുട്ടികൾ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങൾ അപ്പൊളിറ്റിക്കലാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ. എന്നാൽ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച കാര്യം, എങ്ങനെയാണ് നമുക്ക് ഈ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളാണ്. നമുക്ക് പോലും പ്രവചിക്കാൻ സാധിക്കില്ല. എനിക്കിനി 12 വർഷം കൂടിയുണ്ട്. എൻ്റെ ക്ലാസ്സിൽ മുറിയിൽ ഇനി കുട്ടികൾ ഉണ്ടാവൂ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അധ്യാപകരില്ലാത്ത ക്ലാസ് റൂം, ഡ്രൈവറുകളില്ലാത്ത കാറുകൾ, അതേപോലെ റോബോട്ടിക് സർജറി, ഇങ്ങനെ ഈ രീതിയിലൊക്കെ കാലം മാറുമ്പോൾ നമ്മുടെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് ഒരുപാട് ചാലഞ്ചസ് തന്നെയാണ്. അതേസമയം തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റാർട്ടപ്സിലൂടെയൊക്കെ ചെറിയ ആളുകൾ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ വലിയ വലിയ ഒരു ഫിനോമിനനായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പാരൻസ് എന്നുള്ള രീതിയിലും എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലും നമ്മളെല്ലാവരും കൈകോർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്ന് നോളജാണ്, രണ്ട് സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവൃത്തി പരിചയമാണ്. കുറേ തിയറി പഠിച്ചത് കൊണ്ട് കാര്യമല്ല. ജോലിയിലെത്തുമ്പോൾ കുട്ടികൾ തോറ്റു പോകുന്നത് സ്കില്ലില്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത്തത് ഗവേഷണമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അത് സയൻറ്റിഫിക് റിസർച്ച് മാത്രമല്ല, സാമൂഹിക ശാസ്ത്രത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള റിസർച്ചിൻ്റെ ഒക്കെ ആവശ്യം ഇന്നുണ്ട്. നാലാമത്തത് വാല്യൂസ് ആണ്. മൂല്യങ്ങൾ ഉള്ള ഒരു സമൂഹം ഉണ്ടാക്കുക. ഫാഷിസ്റ്റ് ഗവൺമെൻറ്റുകൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ചരിത്ര ബോധ്യങ്ങൾ ഇല്ലാതാക്കുക എന്നാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, ആരാണ് ഇന്ത്യയെ കൂടുതൽ സ്നേഹിച്ചത്? ഗാന്ധിയാണോ ഗോഡ്സെ ആണോ? നമുക്ക് കുട്ടികൾക്ക് മൂല്യങ്ങളാണ് കൊടുക്കേണ്ടത്. അതേപോലെ നമുക്ക് മുമ്പ് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത, അതേപോലെ വീരമൃത്യു വരിച്ച വലിയ നേതാക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാശ്ചാത്യ സ്ത്രീകളാണ് എല്ലാ രീതിയിലുള്ള മുന്നേറ്റങ്ങളും നടത്തിയത് എന്ന് നമ്മൾ പറയുമ്പോൾ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ അഡ്മിഷൻ എടുത്തത് 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും തുടങ്ങിയ സർവകലാശാലകളിൽ സ്ത്രീകൾ കടന്നു വരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ പൗരസ്ത്യ നാടുകളിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഫാത്തിമ അൽ ഫിഹ്രി, ഒരു സ്ത്രീ ആയിട്ടുള്ള, ഒരു വിധവയായിട്ടുള്ള, മൊറോക്കോക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി 9-ാം നൂറ്റാണ്ടിൽ, അതിൻ്റെ പേര് കറവയ്യൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ഗവേഷണത്തിലൂടെയാണ്. ഇങ്ങനെ ഈ 4 ഘടകങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു ഫൗണ്ടേഷനായി ബീഹൈവ് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.